Hi guys. So നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഇതിനകത്ത് തന്നെ നമ്മൾ ഡയറക്റ്റ് ഫോം 1ഉം 2ഉം കാസ്കേഡ് ആൻഡ് പാരലൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് y ഓഫ് എന്നിൻ്റെ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എക്സ് ഓഫ് എന്നിനെ ഒരിടത്തേക്കും y ഓഫ് എന്നിനെ വേറൊരിടത്തേക്കും വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും y ഓഫ് n plus 0.1 y of n minus 1 minus 0.2 y of n minus 2 is equal to 3x of n plus 3.6 x of n minus 1 plus 0.6 x of n minus 2. ഓക്കെ, എക്സും വൈയും ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചു. ഓക്കെ, ഇനി ഞാൻ ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് പറഞ്ഞത്? എക്സ് ഓഫ് എൻ ഇങ്ങനെയുണ്ടെങ്കിൽ എക്സ് ഓഫ് എൻ മൈനസ് 1 കിട്ടാൻ വേണ്ടി നമ്മളൊരു ഇസഡ് ഇൻവേഴ്സ് കൊടുക്കും. ഓക്കെ, എക്സ് ഓഫ് എൻ മൈനസ് 2 കിട്ടാൻ വേണ്ടി വീണ്ടും ഒരു ഇസഡ് ഇൻവേഴ്സ് കൊടുക്കും. ഓക്കെ, സോ എനിക്ക് ഇവിടെ ഒരു ആഡറുണ്ട്, ഇവിടെ ഒരു ആഡറുണ്ട്. ഓക്കെ, സോ ഇവിടെ നിന്ന് വന്നു, ഇങ്ങോട്ടേക്ക് വന്നു, ഇങ്ങോട്ടേക്ക് വന്നു. ഓക്കെ, സോ എക്സ് ഓഫ് എൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ് ഓഫ് എൻ മൈനസ് 1 കിട്ടും, ഇവിടെ എക്സ് ഓഫ് എൻ മൈനസ് 2 കിട്ടും. ഓക്കെ, സോ ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്തൊക്കെയാണ്? എക്സ് ഓഫ് എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 3 ആണ്. എക്സ് ഓഫ് എൻ മൈനസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 3.6 ആണ്. എക്സ് ഓഫ് എൻ മൈനസ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 0.6 ആണ്. ഓക്കെ, ഇനി ഇപ്പുറത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു ഇത് ഡയറക്റ്റായിട്ട് ചെല്ലുന്നത് y ഓഫ് എന്നിലേക്കാണ്. ഓക്കെ, y ഓഫ് എന്നിൽ നിന്ന് നമുക്ക് എന്തോ വേണം? y ഓഫ് n മൈനസ് 1 വേണം. സോ ഇവിടെ ഒരു ഇസഡ് ഇൻവേഴ്സ് കൊടുത്തു. സോ എനിക്കിവിടെ y ഓഫ് n മൈനസ് 1 കിട്ടി. വീണ്ടും ഒരു ഇസഡ് ഇൻവേഴ്സ് കൊടുത്തപ്പം എനിക്ക് y ഓഫ് n മൈനസ് 2 കിട്ടി. ഓക്കെ, സോ ഇവിടെ ഒരു ആഡറുണ്ട്. ഓക്കെ, സോ ഇവിടെ y ഓഫ് എന്നിന് പ്രത്യേകിച്ച് വാല്യൂ ഈസ് ഈക്വൽ ടു എന്നാണ്. ഇനി y ഓഫ് n ഈസ് ഈക്വൽ ടു മൈനസ് 0.1 ആണ്. സോ ഇവിടെ മൈനസ് 0.1 ആൻഡ് ഇവിടെ ഉള്ള വാല്യൂ എന്താണ്? ഇവിടെ ഉള്ള വാല്യൂ പ്ലസ് 0.2 ആണ്. സോ പ്ലസ് 0.2. ഓക്കെ, സോ പ്ലസ് 0.2 മൈനസ് 0.1. സോ ഇതാണ് ഡയറക്റ്റ് ഫോം 1. ഓക്കെ, ഇതിൻ്റെ തിയറി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ഞാനിത് വരച്ചതെന്ന്. ഓക്കെ, സോ ഇക്വേഷൻ ഇങ്ങനെ തന്നെ എഴുതിയിട്ട് നമുക്ക് ഡയറക്റ്റ് ഫോം 1 റിയലൈസ് ചെയ്യാം. ഇനി നമുക്ക് ഡയറക്റ്റ് ഫോം 2 നോക്കാം. ഡയറക്റ്റ് ഫോം 2ൽ നമുക്ക് എച്ച് ഓഫ് ഇസഡ് എഴുതാം. എച്ച് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? y ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ് ആണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? y ഓഫ് n ഈസ് ഈക്വൽ ടു മൈനസ് 0.1 y ഓഫ് n മൈനസ് 1 പ്ലസ് 0.2 y ഓഫ് n മൈനസ് 2 പ്ലസ് 3x ഓഫ് n പ്ലസ് 3.6 x ഓഫ് n മൈനസ് 1 പ്ലസ് 0.6 x ഓഫ് n മൈനസ് 2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇസഡ് ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ y ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് 0.1 ഇസഡ് റേസ് ടു മൈനസ് 1 y ഓഫ് ഇസഡ് പ്ലസ് 0.2 ഇസഡ് റേസ് ടു മൈനസ് 2 y ഓഫ് ഇസഡ് പ്ലസ് 3x ഓഫ് ഇസഡ് പ്ലസ് 3.6 ഇസഡ് റേസ് ടു മൈനസ് 1 x ഓഫ് ഇസഡ് പ്ലസ് 0.6 ഇസഡ് റേസ് ടു മൈനസ് 2 x ഓഫ് ഇസഡ് എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിനെ നമുക്ക് y ഓഫ് ഇസഡിൻ്റെ ടേംസ് എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് y ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ് എന്ന ഫോമിലാക്കാം. സോ അത് കിട്ടുന്നത്
3 plus 3.6 z raised to minus 1 plus 0.6 z raised to minus 2 x of z, okay, divided by y of z in the terms വരുന്നത് 1 plus 0.1 z raised to minus 1 plus 0.2 z raised to minus 2. ഈ ഒരു ഫോമിലാണ് വരുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ഡയറക്റ്റ് ഫോം 2 ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാം. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞായിരുന്നു എക്സ് ഓഫ് എൻ നമ്മൾ ഒരു ആഡറിലേക്കായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത് വന്നിട്ട് ഇപ്പുറത്തും ഒരു ആഡർ ഉണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് എനിക്ക് വൈ ഓഫ് എൻ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി നടുക്കൂടെ ആയിരിക്കും ഇസഡ് ഇൻവേഴ്സ്. എത്ര ഇസഡ് ഇൻവേഴ്സ് ഈ ക്വസ്റ്റ്യനകത്തുണ്ട്? ഇസഡ് റേസ് ടു മൈനസ് 2 ആണ് ഹൈ പവർ. സോ ഇസഡ് റേസ് ടു മൈനസ് 1, ഇസഡ് റേസ് ടു മൈനസ് 1. സോ ഇസഡ് റേസ് ടു മൈനസ് 2 ആകും. ഓക്കെ, മൈനസ് 1 മൈനസ് 1 രണ്ട് പ്രാവശ്യം ആകുമ്പോൾ ഇസഡ് റേസ് ടു മൈനസ് 2 ആകും. ഓക്കെ, ഇനി എന്താണ്? സോറി, ഓക്കെ, ഇവിടെ വരുന്ന വാല്യൂ ഏതാണ്? -a1 -a2 ആണ്. ഓക്കെ, അതായത് ഇങ്ങനൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്ന വാല്യൂ ആണ്. സോറി, ഇവിടെ ഒരു മൈനസ് ആയിരുന്നേ. ഓക്കെ, ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈൻസാണ്. സോ ഒരെണ്ണം മൈനസ് വരും. -a1 -a2 ആയിരുന്നു വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് -0.1 പ്ലസ് 0.2. ഓക്കെ, ഇവിടുത്തതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ വരേണ്ടത്. -a1 -a2. സോ -a1 എന്ന് പറയുന്നത് -0.1 -0.2. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പം B0 B1 B2. ഓക്കെ, B0 എന്ന് പറയുന്നത് 3 ആണ്. B2 എന്ന് പറയുന്നത് 3 പോയിൻറ്റ്സ്, B1 എന്ന് പറയുന്നത് 3.6 ആണ്. B2 എന്ന് പറയുന്നത് 0.6 ആണ്. ഓക്കെ, സോ എന്താണ്? ഇങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്. സോ ഇങ്ങനെ നമ്മൾ ഇസഡ് ടേംസിലേക്ക് മാറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാം. ന്യൂമറേറ്റർ എല്ലാം ഈ ഡിനോമിനേറ്റർ ഈ ഭാഗത്തും ന്യൂമറേറ്റർ ഈ ഭാഗത്തും, ന്യൂമറേറ്ററിൻ്റെ കോഎഫിഷ്യൻസ് അതേപോലെ ഡിനോമിനേറ്ററിൻ്റെ കോഎഫിഷ്യൻസ് നെഗറ്റീവ് ടേംസിലായിരിക്കണം എഴുതുന്നത്. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് ഫോം 2. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ദ കാസ്കേഡ് ഫോം. ഓക്കെ, കാസ്കേഡ് ഫോമിൽ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വൈ ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 പ്ലസ് 3.6 ഇസഡ് റേസ് ടു -1 പ്ലസ് 0.6 ഇസഡ് റേസ് ടു -2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.1 ഇസഡ് റേസ് ടു -1 മൈനസ് 0.2 ഇസഡ് റേസ് ടു -2. ഓക്കെ, സോ ഇങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള നോക്കണം. ഓക്കെ, സോ ഞാൻ ഇവിടെ ന്യൂമറേറ്ററിനെ എനിക്ക് ഇങ്ങനെ ആക്കാം. 3 പ്ലസ് 3 ഇസഡ് റേസ് ടു -1 പ്ലസ് 0.6 ഇസഡ് റേസ് ടു -1 പ്ലസ് 0.6 ഇസഡ് റേസ് ടു -2 ആണല്ലോ. ഈ 3.6നെ ഞാൻ ഇങ്ങനെ എടുത്തു. ഓക്കെ, ഡിവൈഡഡ് ബൈ. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിൽ എനിക്ക് സമ്മ് 0.1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -0.2 ആണ് കിട്ടേണ്ടത്. ഓക്കെ, 0.5 ഇൻറ്റു 0.4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 0.20 എന്ന് കിട്ടും. ഓക്കെ, സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് കിട്ടും. ഇനി 0.5 0.4 മൈനസ് കിട്ടണമെങ്കിൽ ഒരെണ്ണത്തിനായിരിക്കും മൈനസ് കിട്ടുന്നത്. സോ പ്ലസ് 0.1 കിട്ടണമെങ്കിൽ പ്ലസ് 0.5 ആയിരിക്കണം. സോ 1 പ്ലസ് 0.5 z raised to -1 into 1 minus 0.4 z raised to -1. ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഫാക്ടറൈസ് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സോ ഈ മേളിലത്തേതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഞാനിവിടെ 3 വെളിയിൽ എടുക്കുകയാണെങ്കിൽ 3 ഇൻറ്റു
1 plus z raised to minus 1. Okay, plus ഇവിടെ z raised to minus 1 ഉണ്ട്, z raised to minus 2 ഉണ്ട്. സോ z raised to 0.6 z raised to minus 1 വെളിയിൽ എടുക്കുകയാണെങ്കിൽ 1 plus z inverse എന്ന് എഴുതാം. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 plus 0.5 z raised to minus 1 into 1 minus 0.4 z raised to minus 1. Okay, that is equal to, ഇവിടെ രണ്ടിടത്തും കോമൺ ആയതുകൊണ്ട് 3 plus 0.6 z raised to minus 1 into 1 plus z raised to minus 1 divided by 1 plus 0.5 z raised to minus 1 into 1 minus 0.4 z raised to minus 1. ഓക്കെ, ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതി. ഓക്കെ, സോ ഇവിടെ നമുക്ക് h1 of z is equal to 3 plus 0.6 z raised to minus 1 by 1 plus 0.5 z raised to minus 1 എന്നും h2 of z എന്തെന്നും എഴുതാം, 1 plus z raised to minus 1 by 1 minus 0.4 z raised to minus 1 എന്നും എഴുതാം. ഓക്കെ, സോ ഇതിനെ ഞാൻ ഒരു ഫാക്ടറായിട്ട് എടുത്തു, ഇതിനെ ഒരെണ്ണമായിട്ട് എടുത്തു. സോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലായിട്ടുള്ള ആൻസർ കിട്ടും. ഓക്കെ, സോ ഇനി എന്തു ചെയ്യണം, നമുക്ക് ഡയറക്റ്റ് ഫോം 2ൻ്റെ കാസ്കേഡഡ് ഫോമാണ് വേണ്ടത്. സോ ഡയറക്റ്റ് ഫോം 2 എങ്ങനെയാണ്, ഇതെൻ്റെ പ്ലസ്, ഓക്കെ, ഇതെൻ്റെ പ്ലസ്. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് z raised to minus 1 ഉള്ളൂ. സോ z raised to minus 1. ഓക്കെ, ഇനി ന്യൂമറേറ്റർ എവിടെയാണ്, ഇവിടെയാണ്. സോ 3.6. ഓക്കെ, ഇവിടെ x of n. ഓക്കെ, ഇനി ഡിനോമിനേറ്റർ എന്താണ്, ഇവിടെ -0.5. ഓക്കെ, സോ h1 of z ആയി. ഇനി h2 of z ഇവിടെ തുടങ്ങണം, പ്ലസ് പ്ലസ്, എനിക്കിവിടെ കിട്ടുന്നത് y of n ആണ്. സോ z raised to, ഇവിടെ z ഇൻവേഴ്സേ ഉള്ളൂ ഹയസ്റ്റ് ടേം, സോ z ഇൻവേഴ്സ്. ഓക്കെ, ഇവിടെ -a1. ഓക്കെ, ഇവിടെ 1 ആണ്. ഓക്കെ, ഇവിടെ 1 ആണ്. ഇവിടെ മൈനസ് ഓഫ് -0.4, സോ +0.4 ആൻഡ് ഇവിടെ 1 ആണ്. b0 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് കാസ്കേഡ്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, h1 of z ഇൻറ്റു h2 of z. ഓക്കെ, സോ ഇത് ഡയറക്റ്റ് ഫോം 2ൽ തന്നെയാണ്, ബട്ട് ഇൻ ദ കാസ്കേഡഡ് ഫോം ആയതുകൊണ്ടാണ് ഇതിനെ കാസ്കേഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ പാരലൽ ഫോം എന്ന് പറഞ്ഞാൽ h of z ഈസ് ഈക്വൽ ടു എന്താണെന്ന് നമുക്ക് കിട്ടിയത്, 3 plus 3.6 z ഇൻവേഴ്സ് പ്ലസ് 0.6 z raised to minus 2 ഡിവൈഡഡ് ബൈ 1 plus 0.1 z raised to minus 1. Okay, minus 0.2 z raised to minus 2. Okay, so പാരലൽ ഫോമിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സെയിം പവർ ആണെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം പവറാണ്, അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഇൻ എ ഹയർ പവർ ആണെങ്കിൽ, സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിനെ റെഡ്യൂസ് ചെയ്ത് ഓക്കെ ഡിനോമിനേറ്ററിൻ്റെ പവർ ഹയർ ആക്കി വെക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യാം, ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, സോ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പം ഹയസ്റ്റ് പവർ ടു ലോവസ്റ്റ് പവർ ഫോമിലേക്ക് എഴുതുക. 0.6 z raised to minus 2 plus 3.6 z raised to minus 1 plus 3. ഓക്കെ, സോ ഹയസ്റ്റ് ലോവർ പവറിലേക്കാണ് ഞാൻ എഴുതിയത്. ഓക്കെ, ഇനി ഇവിടെ അതുപോലെ തന്നെ 1 plus 0.1 z raised to minus 1 minus 0.2 z raised to minus 2.
ഓക്കെ. സോ ഇത് ഈ ഒരു ഫോമിലേക്ക് മാറ്റി. ഓക്കെ. സോ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 0.6 ആകുമെന്ന് നോക്കാം. 0.2നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 0.6 ആകും? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 0.6 ആകും. സോ -0.6 z raised to ഓക്കെ. സോ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ -3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ +3 ആകും, +0.6 ആകും. ഓക്കെ. 0.6 z raised to -2, ഓക്കെ, പ്ലസ് -0.3 z raised to -1 -3. ഓക്കെ. ഡിവൈഡ് ചെയ്യുമ്പം 3.6 plus 0.3, that is 3.9 z raised to -1. ഓക്കെ. 3 -3 plus 6. ഓക്കെ. സോ ഇപ്പോൾ എന്താണ്? ന്യൂമറേറ്റർ ഒരു പവർ കുറഞ്ഞു. ഓക്കെ. സോ നമുക്കതിനെ എഴുതാം. ദാറ്റ് ഈസ് -3 പ്ലസ് 3.9 z raised to -1 plus 6 ഡിവൈഡഡ് ബൈ, ഓക്കെ, എന്തായിരുന്നു? നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തായിരുന്നു. 1 + 0.5 z raised to -1 ഇൻറ്റു 1 - 0.4 z raised to -1. ഓക്കെ. ഇനി ഈ ഒരു ടേമിനെ a ബൈ ഒരു ടേം, b ബൈ ഒരു ടേം എന്ന് എഴുതാം നമുക്ക്. ഓക്കെ. 3.9 z raised to -1 plus 6 ഡിവൈഡഡ് ബൈ 1 + 0.5 z raised to -1 into 1 - 0.4 z raised to -1 is equal to a by 1 + 0.5 z raised to -1 plus b by 1 - 0.4 z raised to -1. ഓക്കെ. എന്നിട്ട് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. അതൊക്കെ നമ്മൾ z ട്രാൻസ്ഫോമിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ത്തിൽ 5th മോഡ്യൂളിൽ z ട്രാൻസ്ഫോം ഉണ്ട്. സോ z ട്രാൻസ്ഫോമിനകത്ത് ഞാൻ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടുമെന്ന്. ഓക്കെ. എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1ഉം ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -1ഉം ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 7ഉമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ. സോ നമുക്ക് എഴുതാം h of z is equal to -3 plus 7 by 1 minus 0.4 z raised to -1 minus 1 by 1 plus 0.5 z raised to -1. ഓക്കെ. സോ ഇങ്ങനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ ചെയ്യാം. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത്? പാരലൽ ഫോമിൽ നമ്മൾ വരയ്ക്കണം. ഓക്കെ. പാരലൽ ഫോമിൽ വരയ്ക്കുമ്പം എനിക്കിവിടെ x of n ഉണ്ട്. ഓക്കെ. ഇവിടെ ഡയറക്റ്റ് ഫോം 2 നമുക്ക് എഴുതണം. z raised to -1 0.4. ഓക്കെ. ഇവിടെ ഇവിടെ ഒന്നുമില്ല, ഇവിടെ 7. ഓക്കെ. സോ ഈ ഒരു ഇത് ഞാൻ വരച്ചു. ഓക്കെ. ഇവിടെ ഒരു പ്ലസിലേക്ക് കൊടുത്തു. ഇനി എന്താണ്? ഒരു -3 ഉണ്ട്. സോ -3 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആഡ് ചെയ്തു, -3. ഓക്കെ. ഇനി അടുത്തത് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് z ഇൻവേഴ്സ്. ഓക്കെ. ന്യൂമറേറ്ററിൽ 1 ആയതുകൊണ്ടാണ് ഒരു സൈഡ് മാത്രം, ഈ സൈഡ് ഇല്ലാത്തത്. ഓക്കെ. ഇവിടെ 7 ഉള്ളതുകൊണ്ട് ഇവിടെ 7 എന്നുള്ളത് നമ്മൾ കൊടുത്തു. ഓക്കെ. ഇവിടെ എന്താണ്? ഓക്കെ. ഇവിടെ -4 ആയതുകൊണ്ട് ഇവിടെ +0.4 എഴുതി. ഇവിടെ പ്ലസ് മൈനസ് ആയതുകൊണ്ട് -0.5 എഴുതും.
ഓക്കെ, ഇത് ഡയറക്റ്റ് ഫോം 2-ൻ്റെ ഈ ഒരു ഇതിൻ്റെ റിയലൈസേഷൻ ആണ്. ഓക്കെ, സോ ഇവിടെ എന്താണ് -1. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ് y(n). ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പാരലൽ ഫോം. സോ ഇതെന്ന് പറയുന്നത് -3, ഈ ഒരു വര എന്ന് പറയുന്നത് -3, ഇത് h1(n), ഇത് h2(n). ഓക്കെ, ഇത് h1(z), ഇത് h2(z), ഇത് കോൺസ്റ്റൻറ്റ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് പ്ലസ് h1(z) പ്ലസ് h2(z). സോ ഇത് നമ്മുടെ കോൺസ്റ്റൻറ്റ്, ഇത് h1(z), ഇത് h2(z). ഇത് മൂന്നും കൂടെ സം ചെയ്യുന്നതായിരിക്കും y(n) എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ടേമിൻ്റെ ഡയറക്റ്റ് ഫോം 2 ആണ്. ഡയറക്റ്റ് ഫോം 2-ൽ ന്യൂമറേറ്ററിൽ ഒരു കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വേറെ ഒന്നും വരാത്തത്. ഓക്കെ, സോ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, വേറെ എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ നോക്കി ചെയ്ത് പഠിക്കുക. ഓക്കെ, വേറൊരു വീഡിയോയിൽ വേറൊരു പ്രോബ്ലമായിട്ട് കാണാം. Until then, bye.